ഇപ്പോൾ ലോക്സഭ 12 മണി വരെ നിർത്തിവച്ചിരിക്കുകയാണ്. അമേരിക്കൻ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കണം, കേന്ദ്ര സർക്കാർ മറുപടി പറയണം, പ്രധാനമന്ത്രി മറുപടി പറയണം എന്നാണ് പ്രതിപക്ഷം ഇപ്പോൾ ലോക്സഭയിൽ ആവശ്യപ്പെട്ടത്. ഏതായാലും വലിയ പ്രതിഷേധത്തെ തുടർന്ന് ഇപ്പോൾ ലോക്സഭ 12 മണി വരെ നിർത്തിവച്ചിരിക്കുകയാണ്. വിനീത ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇന്നലെ മുൻ കരസേനാ മേധാവി MM നരവനെയുടെ പുസ്തകത്തിലെ ഭാഗങ്ങൾ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ ഉന്നയിക്കാനാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ശ്രമിച്ചത്. അതിനെ ശക്തമായി തടയുന്ന ഭരണപക്ഷത്തെയാണ് ഇന്നലെ കണ്ടത്. അതിന് മുൻനിരയിൽ ഇറങ്ങിയത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നലെ രാത്രിയോടെ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ യാഥാർത്ഥ്യമായി എന്നുള്ള പ്രഖ്യാപനം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്നത്. അപ്പോൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ അറിയാൻ ഇനി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയണോ എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. ഈ വിഷയമൊക്കെ തന്നെ വളരെ ശക്തമായാണ് ഇന്ന് ലോക്സഭയിൽ ഇപ്പോൾ പ്രതിപക്ഷം ഉയർത്തിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കണം. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ എന്താണ്, എന്തൊക്കെ വിട്ടുവീഴ്ചകളാണ് അമേരിക്കയുമായുള്ള ഈ കരാറിന്റെ ഭാഗമായി ഇന്ത്യ ചെയ്തത്, ഇക്കാര്യത്തിലൊക്കെ തന്നെ കൃത്യമായ വിശദീകരണം വേണം. ഇന്ത്യയുടെ കാര്യങ്ങൾ, ഇന്ത്യയുടെ തീരുമാനങ്ങൾ അത് അമേരിക്കൻ പ്രസിഡന്റാണോ പ്രഖ്യാപിക്കേണ്ടത് എന്ന കാര്യത്തിലൊക്കെയുള്ള ചോദ്യങ്ങളാണ് പ്രതിപക്ഷം ഉയർത്തിയത്. ഏതായാലും വലിയ ബഹളത്തെ തുടർന്ന് ഇപ്പോൾ ലോക്സഭ 12 മണി വരെ നിർത്തിവച്ചിരിക്കുകയാണ്. സ്വാഭാവികമായും രാജ്യസഭയിലും ഇതേ വിഷയം ഉന്നയിക്കാൻ ഇപ്പോൾ പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും നമുക്കറിയാം, നേരത്തെ ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ട വെടിനിർത്തൽ ധാരണ ആദ്യം പ്രഖ്യാപിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു. ആ വിഷയത്തിലും നിരവധി ചോദ്യങ്ങൾ പ്രതിപക്ഷം തുടർച്ചയായി ഉയർത്തുകയാണ്. പക്ഷേ കേന്ദ്ര സർക്കാർ ഇതുവരെയും കൃത്യമായ മറുപടി അതിന് നൽകിയിട്ടില്ല. അമേരിക്കയുടെ മധ്യസ്ഥം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിൽ ഉണ്ടായിട്ടില്ല എന്ന് ഇന്ത്യ പറയുമ്പോഴും ട്രംപ് ആവർത്തിച്ച് താനാണ് ഈ വിഷയം പരിഹരിച്ചത്, ഈ പ്രശ്നം പരിഹരിച്ചത് എന്നത് പറയുന്ന ഒരു സാഹചര്യം തുടരുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ സംബന്ധിച്ചുള്ള തീരുമാനമായി എന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുന്നത്. ഇന്ത്യയിൽ അത്തരത്തിലുള്ള ഒരു തീരുമാനം സംബന്ധിച്ചുള്ള ഒരു വിവരവും പുറത്തു വന്നിട്ടില്ല. എന്തൊക്കെ ധാരണയാണ്, എന്തൊക്കെ കാര്യത്തിലാണ് ഒത്തുതീർപ്പായത്, കാർഷിക മേഖലയിൽ എന്തൊക്കെ തീരുമാനങ്ങൾ എടുത്തു, അമേരിക്കയിൽ നിന്ന് $500 ബില്യൺ വ്യാപാരം ഇന്ത്യ നടത്തും എന്ന് പറയുന്നു. $500 ബില്യൺ ഇറക്കുമതി ഇന്ത്യ അമേരിക്കയിൽ നിന്ന് നടത്തും എന്ന് പറയുന്നു. കാർഷിക മേഖലയിലെ ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ തീരുവയില്ലാതെ ഇറക്കുമതി ചെയ്യും എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഏതൊക്കെ ഉൽപ്പന്നങ്ങൾ വരും, അത് ഇന്ത്യയിലെ കാർഷിക മേഖലയ്ക്ക് എങ്ങനെ ബാധിക്കും എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ കൃത്യമായ വിവരം വേണം എന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധമുയർത്തി ലോക്സഭ ഇപ്പോൾ 12 മണി വരെ നിർത്തിവച്ചിരിക്കുകയാണ്. ലോക്സഭയിൽ വലിയ പ്രതിഷേധത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. പ്ലക്കാർഡുകളുമായി നടുത്തളത്തിലിറങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഏതായാലും പ്രധാനമന്ത്രിക്കെതിരായ മുദ്രാവാക്യം വിളികൾ അത് അമേരിക്കയ്ക്ക് മുന്നിൽ സറണ്ടർ ചെയ്തു എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു. PR സുനിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ നേരത്തെ ഓപ്പറേഷൻ സിന്ദൂർ വിഷയത്തിലാണെങ്കിലും ട്രംപിന്റെ പ്രസ്താവനയിൽ കോൺഗ്രസ് വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ത്യ US വ്യാപാര കരാറായി എന്നത് ട്രംപ് തന്നെ, അമേരിക്കൻ പ്രസിഡന്റ് തന്നെ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായത്. സുനിൽ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ താരിഫ് നിരക്കുകളിൽ കുറവ് വരുത്തിയെന്നതിനൊപ്പം തന്നെ ഇന്ത്യ ചുമത്തുന്ന താരിഫ് അത് 0 ആക്കി മാറ്റിയെന്നത് കൂടിയാണ്. ആ വിഷയത്തിൽ കൂടിയാണ് പ്രതിഷേധം ഉയർന്നിരിക്കുന്നത്. വിനീത, തീർച്ചയായും ഇപ്പോൾ ട്രംപ് പറയുന്നത് 18% തീരുവ എന്നാണ് ഇപ്പോൾ ട്രംപ് ഇപ്പോൾ പറയുന്നത്. ഏതായാലും തീരുവയില്ലാതെ അമേരിക്കയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാനുള്ള അനുമതി ഇപ്പോൾ ഇന്ത്യ നൽകിയിരിക്കുന്നു. അങ്ങനെയാണ് വ്യാപാര കരാർ യാഥാർത്ഥ്യമായത് എന്നാണ് ഇപ്പോൾ ട്രംപ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യാൻ പോകുന്നത് തീരുവയില്ലാതെയാണ്. അപ്പോൾ തീരുവയില്ലാതെ അമേരിക്കയിൽ നിന്ന് $500 ബില്യൺ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യാൻ പോകുന്നുവെന്ന് പറയുമ്പോൾ അത് ഏതൊക്കെ മേഖലയിൽ കാര്യമായി ബാധിക്കും, ഏതൊക്കെ മേഖലയെ അത് സമ്മർദ്ദത്തിലാക്കും, പ്രതിസന്ധിയിലാക്കും എന്ന കാര്യത്തിലൊക്കെ തന്നെ ഇനി വിശദാംശങ്ങൾ വരേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇതുവരെയും കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വിവരം പുറത്തുവിട്ടിട്ടില്ല എന്നതാണ്. സാധാരണ ഒരു വ്യാപാര കരാർ യാഥാർത്ഥ്യമാക്കുമ്പോൾ അതിലൊരു തീരുമാനം വരുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ യൂറോപ്യൻ യൂണിയനുമായി ഇന്ത്യ വ്യാപാര കരാറിൽ ഏർപ്പെട്ടു. ആ വ്യാപാര കരാറിന്റെ ഭാഗമായുള്ള വിവരങ്ങളും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അപ്പോഴാണ് അമേരിക്കയുമായുള്ള വ്യാപാര കരാർ യാഥാർത്ഥ്യമായി എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ പ്രഖ്യാപിക്കുന്നത്. കാർഷിക മേഖലയിൽ സംബന്ധിച്ചുള്ള കാര്യത്തിലൊക്കെ തന്നെ വലിയ അവ്യക്തതകളും സംശയങ്ങളും ചോദ്യങ്ങളും അവശേഷിക്കുകയാണ്. ശരി, അതാണ് ഇന്ത്യ US വ്യാപാര കരാറിനെ ചൊല്ലിയാണ് ഇന്നിപ്പോൾ വലിയ പ്രതിഷേധം ലോക്സഭയിൽ കണ്ടത്. ട്രംപ്